ആർ ശങ്കർ, കെ കരുണാകരൻ, എ കെ ആന്റണി, ഉമ്മൻചാണ്ടി. അടുത്ത പേരുകാരൻ ആരാണ്? ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുമെന്ന അമിത ആത്മവിശ്വാസത്തിലിരിക്കുന്ന കോൺഗ്രസുകാരുടെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും? പെട്ടി തുറക്കും മുമ്പേ കോൺഗ്രസിൽ അണിയറ നീക്കങ്ങൾ തകൃതിയാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ജയിച്ചാൽ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്കെന്ന് ആവർത്തിക്കുകയാണ് രമേശ് ചെന്നിത്തല. മുസ്ലിം ലീഗ് നേതാക്കളെ കാണാൻ കോൺഗ്രസ് നേതാവ് എ പി അനിൽകുമാർ പാണക്കാട് എത്തിയത് ആരുടെ ദൂതുമായാണ്? കെ സി വേണുഗോപാലിന്റെ മനസ്സിൽ എന്താണ്? സതീശനെ വെട്ടാൻ തക്കം പാർത്തിരിക്കുന്നവർ ആരൊക്കെയാണ്? സമൂഹമാധ്യമങ്ങളിൽ ഫാൻ ഫൈറ്റുകൾ കൊടുമ്പിരി കൊള്ളുകയുമാണ്. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജിമ്മി, നേരത്തെയും ഈ ചർച്ച വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോൺഗ്രസിൽ വി ഡി സതീശൻ 100 സീറ്റ് കിട്ടിയാൽ മാത്രമേ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുകയുള്ളൂ, 80 സീറ്റാണെങ്കിൽ മറ്റാരോ ആണ് മുഖ്യമന്ത്രി ആവുക തുടങ്ങിയ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്നു. ഇവിടെ ചർച്ച നടത്തുന്നുണ്ടോ ശരിക്കും? യഥാർത്ഥത്തിൽ അസംബന്ധമാണ് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചാൽ 10 വർഷം അധികാരത്തിന് പുറത്തിരുന്ന ശേഷം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇതിനു മുമ്പുള്ള 5 വർഷം ഓരോരോ ഘട്ടങ്ങളിലായി തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം UDFനെ നയിച്ച് UDFനെ വലിയ വിജയങ്ങളിലെത്തിച്ച് ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ വിജയങ്ങളിലെത്തിച്ച് CPM ജയിച്ച സീറ്റുകളിലാണെങ്കിൽ അവരുടെ ഭൂരിപക്ഷം നന്നേ കുറച്ച് അവസാനം UDFനെ ഇപ്പോൾ അധികാരത്തിലെത്തിച്ചാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ പിന്നെ ആരാണ്? ഈ ചർച്ചയെങ്കിലും നടക്കുമോ എന്നുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന അണിയറ പ്രയോഗങ്ങളാണ് നടക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിന് ജയിപ്പിച്ചത് രാഹുൽ ഗാന്ധിയാണ്. മഹാത്മാഗാന്ധി ആണെന്ന് പറയാത്തത് ഭാഗ്യം. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മഹാത്മാഗാന്ധി ആണല്ലോ കോൺഗ്രസിന് ഒരു വലിയ ഫിഗർ. രാഹുൽ ഗാന്ധിയേക്കാളും വലിയ ഫിഗറാണല്ലോ. അതൊക്കെ അബ്സർഡായിട്ടുള്ള കാര്യമാണ്. രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടേതായ പണിയുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് ആർക്കെന്ന ചോദ്യത്തിന് ചിലപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ ഒരു വൈഡർ പേഴ്സ്പെക്റ്റീവിൽ പറഞ്ഞതായിട്ട് വേണമെങ്കിലും കരുതാം. രാഹുൽ ഗാന്ധി ആർക്കും പരാതിയില്ലല്ലോ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ അത് 100 സീറ്റാണോ 90 സീറ്റാണോ 80 സീറ്റാണോ 72 എന്നുള്ളതൊരു വിഷയമേ അദ്ദേഹത്തിന് കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അങ്ങനെ വേണമെങ്കിൽ പറയാം. ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മഹാത്മാഗാന്ധിയാണെന്ന് പറയാത്തത് ഭാഗ്യം എന്നുള്ളത്. പി ഡി സതീശൻ്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകാൻ ആർക്കും യാതൊരു സാധ്യതയും യാതൊരു അവസരവും ഉണ്ടാകില്ല. ഇപ്പോൾ ചർച്ച നടക്കുന്നത് 100 സീറ്റ് ആണെങ്കിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി, 80 സീറ്റ് ആണെങ്കിൽ 80 സീറ്റ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുണ്ടായതല്ലേ? അതെന്താണ്? അപ്പോൾ ആ വാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. പക്ഷേ അങ്ങനെ ഇരിക്കെ തന്നെ നമ്മൾ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നല്ല, അത് കെ സി വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നാണ്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് കെ സി വേണുഗോപാൽ മറന്നുപോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് പോയിട്ടില്ല, കേരളം വിട്ടു പോകുന്നില്ല, വേറെ ഒരിടത്തും പരിപാടിയൊന്നും ഇല്ലേ? കോൺഗ്രസിന് വേറെ ഇലക്ഷനുള്ള വേറെ സംസ്ഥാനങ്ങളുണ്ടായിരുന്നു, അത് കഴിഞ്ഞു, വേറെ സംഭവമൊന്നുമില്ലേ? അത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓർക്കസ്ട്രേറ്റഡ് വർക്ക് കെ സി വേണുഗോപാലിൻ്റെ അറിവോടുകൂടിയോ അല്ലാതെയോ നടക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മാധ്യമ സ്ഥാപനങ്ങളിലടക്കം, അത് പാർട്ടി സംവിധാനങ്ങളടക്കം എല്ലായിടത്തും വളരെ കാര്യമായി നടക്കുന്നുണ്ട്. കെ സി ആണെങ്കിൽ കേരളം വിട്ടു പോകുന്നുമില്ല, മാനസികമായിട്ടെങ്കിലും ശാരീരികമായിട്ടും ഇവിടെയൊക്കെ തന്നെ കൂടുതലായി ഉണ്ട്. ആ പശ്ചാത്തലത്തിൽ വേണം നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനത്തേക്ക് അനിൽകുമാറിൻ്റെ സന്ദർശനത്തെ കാണാൻ. അനിൽകുമാർ കെ സി വേണുഗോപാലിൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളാണെന്ന് നമുക്കറിയാം. ഇന്ന് അങ്ങനെ ഒരു സന്ദർശനം നടത്തുമ്പോൾ ഞങ്ങളുടെ ആളെ ആക്കണം എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും ആയിക്കൊള്ളാൻ സാധ്യതയൊന്നുമില്ല. പക്ഷേ ഒരു ലൈസൻ വർക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്, എല്ലാ കേന്ദ്രങ്ങളിലും നടക്കുന്നുണ്ട്, എല്ലാ അധികാര സ്ഥാപനങ്ങളിലും ചുറ്റിപ്പറ്റി ഫീലേഴ്സുകൾ പോകുന്നുണ്ട്. അതിൽ മുസ്ലിം ലീഗ് ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധാനമായതുകൊണ്ട് മുസ്ലിം ലീഗിലേക്ക് ഫീലേഴ്സ് പോയിട്ടുണ്ട്, അനിൽകുമാർ വഴിയാണെങ്കിലും അല്ലെങ്കിലും. പക്ഷേ ഇന്നത്തെ സന്ദർശനം എന്തിനായിരിക്കും? ഒറ്റയ്ക്കാണ് പോയത്. അതെന്താണ്? പാർട്ടിയുടെ സംവിധാനമായിട്ട് പോകുമ്പോൾ 1, 2, 3 പേർ വരുന്നതല്ലേ അതിൻ്റെ ഒരു രീതി? അല്ലല്ലോ, ഇത് ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഉദ്ദേശം നമുക്കറിയില്ല. അപ്പോൾ അഭ്യൂഹങ്ങൾ വേണ്ട. പക്ഷേ അണിയറയിൽ ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ, ഇപ്പോൾ ടെലിവിഷനിൽ വന്നു നിന്ന് ഇത് അങ്ങനെ നടന്നു ഇന്നാലെ വിളിച്ചൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കറിയാം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ ഘട്ടങ്ങളിലൊക്കെ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നുള്ളതിൽ പിണറായി വിജയനാണ് ഫസ്റ്റ് ചോയ്സ്. അത് കഴിഞ്ഞത് മാറിയാണ് വി ഡി സതീശൻ മുന്നോട്ട് വരുന്നതും വി ഡി സതീശൻ പ്രധാനപ്പെട്ട ഏറ്റവും നല്ല ഫിഗറായി വരുന്നതും പിണറായി വിജയനെ കവച്ചു വയ്ക്കുകയും ചെയ്തത്. അതിനുശേഷം UDF ജയിച്ചാൽ വേറെ ചോയ്സ് ഒന്നുമില്ല, ആർക്കുമില്ല. അത്രേ ഉള്ളൂ. നിഷാദേ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പം എ പി അനിൽകുമാർ പാണക്കാട് എത്തിയതാണ് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. അതിനിടയിൽ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ ഫേസ്ബുക്ക് നമുക്ക് നോക്കിയാൽ കാണാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അടുപ്പിച്ച് കുറേ റീലുകൾ വരുന്നു. ഏറ്റവും ഒടുവിലായി ഞാൻ അദ്ദേഹത്തിൻ്റെതായ റീൽ കണ്ടത് വാഴ സിനിമ കണ്ടതിന് ശേഷം ആഷിറിനെ വീഡിയോ കോൾ ചെയ്യുന്ന വീഡിയോ ആണ്.
അതിനു മുമ്പ് അതിന് മുമ്പാണോ ശേഷമാണെന്നറിയില്ല, ഒരു നവവധു കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല, കുവൈത്തിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. അതിന് കെ സി വേണുഗോപാൽ ഇടപെടുന്നു. അങ്ങനെ ഒരു പുതിയൊരു പ്രതീതി അദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ട്. അല്ല, കെ സി വേണുഗോപാൽ കേരളത്തിലൊരു ഒരു ഫീൽ ഗുഡ് നേതാവായിട്ട് ഇങ്ങനെ നിലനിൽക്കാനും അദ്ദേഹം കൊള്ളാമെന്ന് എല്ലാ തലമുറയെ കൊണ്ടും എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാരെ കൊണ്ടും പറയിപ്പിക്കാനുള്ള പലതരത്തിലുള്ള പ്രയത്നങ്ങൾ നടത്തുന്നുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ UDF വിജയിച്ചു എന്നാൽ കെ സി വേണുഗോപാലും മുഖ്യമന്ത്രിയാകാൻ അർഹനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് അതിൻ്റെ ഒറ്റ ഉത്തരം. അല്ല തന്നെയാണ് ഉത്തരം. കാരണം എന്താണ്? കഴിഞ്ഞ 5 വർഷക്കാലം ഈ കേരളത്തിനകത്ത് നിന്നുകൊണ്ട് പണിയെടുത്ത മനുഷ്യരുണ്ടല്ലോ, ഓരോ രാഷ്ട്രീയ സന്ദർഭങ്ങളിലും സർക്കാരിനോട് പോരാടിയ ആൾ, നിയമസഭയ്ക്കകത്ത് സർക്കാരിനെതിരായിട്ടുള്ള തുറന്ന യുദ്ധമേഖല തുറന്നവർ, അവർ മാത്രം ആപ്പെട്ടവരാരാണോ, അത് ഈ സംസ്ഥാനത്തിനകത്ത് പണിയെടുത്തവരാരാണോ അവരാണ് മുഖ്യമന്ത്രിയാവാൻ അർഹൻ. വേറെ ഒരാൾ പുറത്തു വന്ന അവസാനത്തെ കെ സി വേണുഗോപാൽ കേരളത്തിൽ ആക്റ്റീവായത് എത്ര നാൾ മുമ്പാണ്? ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങിയപ്പോൾ മുതലാണ് കേരളത്തിൽ അദ്ദേഹം ആക്റ്റീവായി തുടങ്ങിയത്. അദ്ദേഹം എന്താണ് ഈ സ്ത്രീ തൊഴിലാളികളുടെ സമരത്തിൽ പോയി പങ്കെടുക്കുന്നു, അവിടെ നിന്ന് കപ്പയും മുളകും കഴിക്കുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ പല പരിപാടികളിലും അദ്ദേഹം ആക്റ്റീവ് ആകുന്നു. ഓക്കെ അതൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. അതിന് മുമ്പ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ഏറ്റവും വലിയ സ്ട്രഗിളിംഗ് പീരീഡിലൂടെ കടന്നു പോകുമ്പോൾ സമരമുഖത്തായിരിക്കുന്ന ഘട്ടങ്ങളിൽ വിവാദങ്ങളുടെ വലിയ ചൂളയിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ പോരാട്ടത്തിലൂടെ അധിക്ഷേപങ്ങളെ മറികടന്നുകൊണ്ട് കടന്നു വരാൻ വേണ്ടി പണിയെടുത്തവരാരാണോ അവരാണ് ഇവിടെ മുഖ്യമന്ത്രിയാൻ അർഹർ. ജനം കാണുന്നതും അവരെയാണ്. കെ സി വേണുഗോപാലിനെ കണ്ടിട്ടാണോ കേരളത്തിലെ ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടാവുക? ഇപ്പോൾ ഞാൻ പറഞ്ഞത് VD സതീശൻ അതിന് നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരാളാണ്. VD സതീശൻ്റെ പെർഫോമൻസിന് കിട്ടുന്ന വോട്ട് എന്ന് പറഞ്ഞൊരു വോട്ടുണ്ട്. എത്ര നമ്മൾ നിരാകരിച്ചാലും കേരളത്തിലെ കോൺഗ്രസിന് ശക്തമായ നേതൃത്വമില്ല. എല്ലായ്പ്പോഴും CPIM-നോട് അത് ദുർബല സമീപനം സ്വീകരിക്കുകയാണ്, CPIM-ന് വിധേയപ്പെടുകയാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ലെഫ്റ്റും അഗ്രസീവ് പൊസിഷൻ എടുക്കുമ്പോൾ അതേ അഗ്രഷനിൽ തിരിച്ചു നിൽക്കാൻ അതിന് ശേഷിയില്ല എന്ന് വിചാരിച്ച യുവാക്കളുടെ രോഷമാണ് സത്യത്തിൽ രമേശ് ചെന്നിത്തല മാറി നിൽക്കട്ടെ, ഇനി VD സതീശൻ പ്രതിപക്ഷ നേതാവാകണമെന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിൽ അന്ന് രമേശ് ചെന്നിത്തലയുടെയും അന്ന് ഉമ്മൻചാണ്ടിയുടെയും തീരുമാനം രമേശിന് ഒരു അവസരം കൂടി കൊടുക്കണമെന്നായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല അടക്കമുള്ള പഴയകാല നേതാക്കളുടെ സമീപനമല്ല ഇനി കോൺഗ്രസിന് വേണ്ടത്. ഇനി പുതിയൊരു തലമുറയുടെ പുതിയൊരു സമീപനം വേണ്ടതുണ്ട്. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്ന സമീപനം എടുത്താലല്ല നമുക്ക് ഈ കേരളത്തിൽ CPIM-നോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച ആൾക്കാരല്ലേ ഈ VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത്. അല്ലാതെ ഒരു സ്വാഭാവിക ചോയ്സായിട്ട് അദ്ദേഹം കടന്നു വന്നതല്ല. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയിൽ അധികാരം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർഹൻ എന്ന് പറയുന്ന ആൾ VD സതീശൻ തന്നെയാണ്. അതിലൂടെ റോപ്പ് ചെയ്യാൻ, മുകളിലൂടെ ഇറങ്ങി വരാനാണ് കെ സി വേണുഗോപാൽ തീരുമാനിക്കുന്നതെങ്കിൽ അത് കോൺഗ്രസിനകത്ത് വലിയ വിശ്വാസ്യതാ പ്രശ്നം ഉണ്ടാക്കും. കാരണം ജനങ്ങളെ നമ്മൾ നേരത്തെ പറയാറില്ലേ, ഇപ്പം CPM-ന്റെ ശത്രുക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിയിട്ടാണ് പിണറായി വിജയൻ അധികാരം പിടിച്ചത്. പക്ഷേ സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നതായിരിക്കും VD സതീശൻ അടക്കമുള്ള ആളുകൾ പണിയെടുക്കുന്നു, അയാളുടെ പണിയെടുത്ത് ഒരു അധികാരം കിട്ടുന്നുവെന്ന് നില വന്നാൽ അപ്പോൾ കെ സി വേണുഗോപാൽ വന്നിറങ്ങിയാൽ ജനം അതിനെ വാല്യൂ ചെയ്യില്ല എന്ന് മാത്രമല്ല, ഞാൻ പറയാൻ പോകുന്ന കാര്യം, അതിനുശേഷം കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിച്ച് വിജയിക്കാൻ കെ സി വേണുഗോപാൽ തീരുമാനിച്ചാൽ പഴയ K മുരളീധരനെ നമുക്ക് ഓർമ്മയുണ്ട്. ജയിപ്പിക്കാനും തോൽപ്പിക്കാനും അറിയാവുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഇപ്പോൾ കെ സി വേണുഗോപാൽ കേരളത്തിലെ മാത്രം ഒരു നേതാവല്ല, കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ ഗ്രൂപ്പിലെ തർക്കം ഇവയൊക്കെ പരിഹരിക്കാൻ അതിന് ബാധ്യതയുണ്ട്. അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. അതിനപ്പുറം അസമിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പോവുകയും പ്രവർത്തിക്കുകയും അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ഇടപെടുകയും ചെയ്യേണ്ട ബാധ്യതയുള്ള ഓൾ ഇന്ത്യ നേതാവാണ് അദ്ദേഹം. അവിടെ പോകാതെ അദ്ദേഹം ഇവിടെ കറങ്ങി നടന്ന് സമയം ചെലവാക്കരുത്. മാത്രമല്ല ജനവിധിയെ അപമാനിക്കും വിധത്തിലുള്ള ഈ ഹെലികോപ്റ്റർ ചാട്ടം നടത്താൻ അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ അതിനെ ജനം അവഗണിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ദുരന്തം ഉണ്ടാക്കാൻ കെ സി വേണുഗോപാൽ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം കൂടി ഉണ്ട്, കെ സി വേണുഗോപാൽ പക്ഷേ അതിനകത്ത് നിരന്തരമായി ആശയക്കുഴപ്പം. ഇപ്പം CPM-മാർ എപ്പോഴും ആക്ഷേപിക്കും കോൺഗ്രസിൽ 6 പേർ 7 പേർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരാണ് നിൽക്കുന്നത്. ആ ആക്ഷേപത്തിന് വഴിമരുന്നിടുന്നതിലും കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകളുടെ പങ്കാളിത്തമുണ്ട്. എപ്പോഴും ഈ ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടില്ല. ഇപ്പം ഞാൻ തന്നെ അഭിമുഖങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് ചോദിച്ചിട്ടുണ്ട്, കേരളത്തിൽ പണിയെടുത്തവരായിരിക്കും മുഖ്യമന്ത്രിമാർ? അതിനൊരു ഉത്തരം പറയത്തില്ല. അറ്റ്ലീസ്റ്റ് അത് പറയാലോ, കേരളത്തിൽ പണിയെടുത്തവരായിരിക്കും സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി എന്ന് പറയണ്ടേ? അതുപോലും പറയാതെ സർവത്ര ആശയക്കുഴപ്പം നിലനിർത്തി ആര് വേണമെങ്കിലും ഈ പറയുന്ന ബാക്ക് ആൻഡ് പ്ലേയിലൂടെ മുഖ്യമന്ത്രി ആയേക്കാം എന്ന് പറയുന്ന പ്രതീതി സൃഷ്ടിക്കുക വഴി വിശ്വാസ്യതാ പ്രശ്നം തന്നെ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുക, ജോലി ചെയ്തവർക്കാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ജനം അതിനെ വേറെ നിലയ്ക്ക് കാണുകയും അതിന് ശിക്ഷ കൊടുക്കാനും അറിയാവുന്നവരായിരിക്കും. ഇതൊക്കെ ഭരണം കിട്ടിയാൽ മാത്രമുള്ള കാര്യമാണ്, അത് നമുക്ക് ഉറപ്പിക്കാനുള്ള സമയമായിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അജിംസ്, ഈ നിഷാദ് ഏറ്റവും അവസാനം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ പ്രിമേച്ചറായി നമുക്ക് തോന്നാം ഇങ്ങനെ ഒരു ചർച്ച. പക്ഷേ കെ സിക്ക് ക്ലാരിറ്റി വരുത്താമല്ലോ, ഞാനില്ല ആ പദത്തേക്ക് എന്ന് പറയാലോ. അങ്ങനെയും പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നാണ്. അതായത് ഇപ്പോൾ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റെന്താണെന്നാണ് എൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹിക്കുന്നതിൽ എന്താണ് പ്രശ്നം? സതീശൻ മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹിക്കുന്നതിൽ എന്താണ് പ്രശ്നം?
അങ്ങനെ കൂടുതൽ പേർ മുഖ്യമന്ത്രിയാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ക്യാമ്പയിൻ ചെയ്യുകയും ലോബിയിങ് ചെയ്യുകയും MLA-മാരുടെ പിന്തുണ തരികയും ചെയ്യുന്നതിൽ എന്താ പ്രശ്നം? അതിനാണ് ജനാധിപത്യം എന്ന് നമ്മൾ പറയുന്നത്. നമ്മളിതെന്തോ ഒരു മോശം കാര്യമാണെന്നുള്ള പെർസെപ്ഷൻ വെച്ചിട്ട് നമ്മളിതിനെ വിലയിരുത്തരുത്. ഒരു പാർട്ടിയിൽ ഞാനാണ് മുഖ്യമന്ത്രി എന്ന് ഞാൻ തീരുമാനിക്കുന്നു, എന്നിട്ട് ബാക്കി എല്ലാവരും കൈയടിച്ചോളണം എന്ന് ഇണ്ടാസ് ഇറക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയാവുന്നതാണോ നല്ലത്? ഒരു പാർട്ടിക്കകത്ത് ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ, അതിൻ്റെ അർത്ഥം സ്ഥാനമോഹികൾ എന്നാണ്, അവരുണ്ടാവുകയും അവരുടെ നിലപാട് വെച്ച് ഞാൻ അയാൾ നല്ലതാണ്, നമ്മുടെ പാർട്ടിക്ക് മുന്നണിക്ക് നല്ലതാണെന്ന് ക്യാമ്പയിൻ ചെയ്യുകയും MLA-മാരുടെ പിന്തുണ നേടുകയും ചെയ്തിട്ട് ആ MLA-മാർ വോട്ട് ചെയ്യുന്ന ആളാണല്ലോ മുഖ്യമന്ത്രിയാവുന്നത്. MLA-മാരുടെ കൂടുതൽ പിന്തുണയുള്ള ആളാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കുക. UDF-ൽ അങ്ങനെയാണ് UDF-ന് ലേണിച്ച് കോൺഗ്രസിൻ്റെയാണ് മുഖ്യമന്ത്രി. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ കോൺഗ്രസിൻ്റെ MLA-മാർ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ആൾ മുഖ്യമന്ത്രിയാവും. ഇതിനെന്താ പ്രശ്നം? അങ്ങനെ തന്നെയാണ് വേണ്ടത്. അങ്ങനെയാണ് ജനാധിപത്യം മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഒരാൾ സതീശൻ ഞാനാണ് ഇവിടെ പണിയെടുത്തത്, സതീശനെ ഞാൻ ചെറുതാക്കുകയല്ല പറയുന്നത്, സതീശൻ ഞാനാണ് ഇവിടെ പണിയെടുത്തത്, ഞാൻ തന്നെ ആയിക്കോളാം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും കൈയിടുകയില്ല. കോൺഗ്രസിൽ അങ്ങനെയല്ല. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവണേ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാം കേരളത്തിൽ? അത് വേറെ കാര്യം. അതിനെപ്പറ്റി രണ്ട് ഉപതെരഞ്ഞെടുപ്പ്, ഒന്നല്ല രണ്ട് ഉപതെരഞ്ഞെടുപ്പ്. ഒന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ്, അതിനെപ്പറ്റി ജയിക്കാൻ വേണ്ടി ജിമ്മി നിഷാദ് വിശദമായി പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നടക്കുമ്പോൾ തന്നെ സതീശനാണ് കൂടുതൽ മുൻഗണന. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിഷാദിലൂടെ ചൂണ്ടിക്കാട്ടി. 2021 എന്ന് പറയുന്നത് കേരളത്തിൽ UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് മാത്രമല്ല, വളരെ നിർണായകമായൊരു വർഷമാണ്. ഒന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവുന്നതോടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ചാനൽ ചർച്ചകൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം, 2021 വരെ കോൺഗ്രസിൻ്റെ വക്താക്കളായി വരുന്ന ആളുകൾ എപ്പോഴും ഡിഫൻസ് മോഡിലായിരിക്കും. ഞങ്ങളിങ്ങനെയൊക്കെയാണ്, ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെയാണ്, ഞങ്ങളെങ്ങനെ പോകും, ഒരു മാപ്പ് സാക്ഷിത്വ മനോഭാവത്തിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നിടത്ത് നിന്ന് ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് CPM-നെ അറ്റാക്ക് ചെയ്യുന്നത് 2021 ശേഷമാണ്. അത് VD സതീശൻ പ്രതിപക്ഷ നേതാവിന് ശേഷം ഉണ്ടായൊരു മാറ്റമാണത്. അങ്ങനെ പുതിയ പുതിയ മുഖങ്ങൾ ചാനൽ ചർച്ചകളിൽ വരുന്നു. അവരിൽ പലരും ജനപ്രതിനിധികളാവുന്നു, വിവാദങ്ങളിൽ പെടുന്നു. കുറേ അധികം ആളുകൾ, കുറേ അധികം പുതുമുഖങ്ങൾ വന്നിട്ട് കുറേ അധികം പേർ അവരിൽ ഈ കുറി മത്സരിക്കുന്നുണ്ട്. അവരെ ചിലപ്പോൾ ജയിച്ചേക്കും ചെയ്തേക്കാം. ഈ ഒരു സമീപനത്തിലെ മാറ്റം വളരെ പ്രധാനമാണ്. ഒന്ന്. രണ്ട്, രമേശ് ചെന്നിത്തല ഒരു മോശം പ്രതിപക്ഷ നേതാവായിരുന്ന അഭിപ്രായം എനിക്കില്ല. അദ്ദേഹം ആ സർക്കാരിനെതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ അത് ഫലപ്രദമായി ഹിറ്റ് ചെയ്യിക്കാൻ, ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിക്കാൻ രമേശ് ചെന്നിത്തല കഴിഞ്ഞില്ല. ഇതിന് പിന്തുണ കിട്ടിയില്ല എന്ന് മാത്രമല്ല, മറ്റൊന്ന്, ഒരുപാട് ക്രൈസിസുകൾ നേരിടുന്ന, സംസ്ഥാനം ഒരുപാട് ക്രൈസിസുകൾ നേരിടുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. പലപ്പോഴും അദ്ദേഹത്തിന് സർക്കാരിന് പിന്തുണ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രളയത്തിൻ്റെ സമയത്തായാലും നിപ്പയുടെ സമയത്തായാലും കോവിഡ് സമയത്തായാലും ഞങ്ങൾ സർക്കാരിന് കൂടെ, അങ്ങനെ ഞങ്ങൾ സർക്കാരിന് കൂടെ എന്നൊരു പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന രാഷ്ട്രീയതരമായൊരു കാലാവസ്ഥ ഉണ്ടായിരുന്നു. ഇതൊരു പ്രശ്നം. അതുകൊണ്ട് അദ്ദേഹം ഒരു പരാജയപ്പെട്ട പ്രതിപക്ഷ നേതാവെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ സതീശൻ്റെ ഒരു മാറ്റം, UDF-ൽ കൊണ്ടുവന്നൊരു മാറ്റം 2021 ശേഷം ഒരുതരം പൊളിറ്റിക്കൽ മാനുവറിങ് നടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. LDF സർക്കാരിന്, പിണറായി വിജയന്, CPM-ന് മറുപടി പറയാൻ കഴിയാതെ പോയ, ഡിഫെൻഡ് ചെയ്യാൻ കഴിയാതെ പോയ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആരോപണമാണ് CPM-RSS ബന്ധം, പോലീസിലെ RSS വൽക്കരണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടന്നത് PV അൻവറാണ്. അതിനുശേഷം ആ PV അൻവർ കൊണ്ടുവന്ന ആ ഒരു ഇഷ്യൂവിനെ എങ്ങനെയാണ് ഒരു മാനുവറിങ്ങിലൂടെ സതീശൻ സർക്കാരിനെതിരെ തിരിച്ചിടുന്ന നോക്കുക. ക്രമസമാധാന ചുമതലയുള്ള ADGP ഔദ്യോഗിക വാഹനത്തിൽ തൃശ്ശൂരിൽ പോയി RSS-ൻ്റെ നേതാവിനെ കണ്ടു എന്ന വെളിപ്പെടുത്തൽ നടന്നത് സതീശനാണ്. അതിന് ആ ആരോപണത്തെ തുടർന്ന് സർക്കാർ 3 തല അന്വേഷണം പ്രഖ്യാപിച്ചതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 വർഷം അധികാരത്തിൽ നിന്നിട്ട് ഏതെങ്കിലും പ്രതിപക്ഷ ആരോപണത്തിന് മേൽ സ്വന്തം സർക്കാരിന് കീഴിലെ ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് ചോദിച്ചായിട്ട് നിങ്ങൾക്ക് അറിയാം? ഒരു ഉദാഹരണം പറയാം. ഒരു കേസ് അന്വേഷിച്ചായിട്ട് ചെന്നിത്തലയുടെ കാലത്തും സതീശൻ്റെ കാലത്തും, ഇതല്ലാതെ വേറെ ഏതെങ്കിലും വിഷയത്തിൽ പിണറായി വിജയൻ സ്വന്തം പോലീസിനെ കൊണ്ട് അന്ന് അന്വേഷിച്ചളയാം, ഈ ആരോപണം കൊള്ളാം, ഇതൊന്ന് അന്വേഷിച്ചളയാം, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പിണറായി വിജയൻ അന്വേഷിക്കേണ്ടി വന്ന, സർക്കാർ ഡിഫൻസിലായിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് RSS ADGP കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ച ഉന്നയിക്കുകയും അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റാക്കി മാറ്റുകയും അതിനെ ഉപതെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഉൾപ്പെടെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി കൊണ്ടുവരികയും അത് UDF-ൻ്റെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്ത വളരെ സമർത്ഥനായ ഒരു രാഷ്ട്രീയക്കാരനാണ് VD സതീശൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഫാൻ ഫൈറ്റാണ് സോഷ്യൽ മീഡിയ. ഒരു ഫാൻ ഫൈറ്റും ഇല്ല. നിങ്ങൾ ഇത്തരം വാർത്തകളുടെ അടിയിൽ പോയി നോക്കുക, എല്ലാവരും പറയും സതീശൻ തന്നെ ആയാൽ മതി എന്ന് തന്നെയാണ് എല്ലാ കോൺഗ്രസ് അണികളും പറയുന്നത്. അല്ലാതെ മാത്രമല്ല, നോക്കിയോ, ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ മിനിറ്റുകൾക്കകം ഈ സാധനം ഇപ്പോൾ ഫേസ്ബുക്കിന് താഴെ വരുന്ന ആളുകളുടെ അഭിപ്രായം ഉണ്ടല്ലോ, അത് കേരളത്തിൻ്റെ അഭിപ്രായമായി മാറും. UDF ജയിക്കുകയാണെങ്കിൽ അത് വളരെ ഒബ്വിയസ് ആയിരിക്കും. യെസ്, UDF ജയിക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. അതിനുശേഷം മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന കാര്യവും നമുക്ക് കാത്തിരുന്ന് കാണാം.